നമ്മൾ ഒരു ക്വസ്റ്റ്യനെയറും അതിലുണ്ടായിരിക്കുന്ന വാരിയബിൾസ് എങ്ങനെയാണ് SPSSലേക്ക് എൻ്റർ ചെയ്യുന്ന രീതി, SPSSലെ ഡാറ്റാ സെറ്റ് മുഴുവനായും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യനെയർ വിസിബിൾ ആണ്. അതിൽ നമ്മൾ പെർസെപ്ഷൻ ലെവൽ ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 7 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ജെൻഡർ ഒരു ഡൈക്കോട്ടോമസ് വാരിയബിൾ ആയിട്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് 2 ഓപ്ഷൻസ്. ഏജ് എന്ന് പറയുന്നത് പോളിടോമസ് ക്വസ്റ്റ്യൻ ആണ്. മോർ ദാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബിലോ 20, 20 to 24, എബോ 24 എന്നുള്ള 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ അതും പോളിടോമസ് ക്വസ്റ്റ്യൻ ആണ്. മോർ ദാൻ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത 4ാമത്തെ ഒരു ചോദ്യം വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് യൂസ്ഡ് ഫോർ ഓൺലൈൻ ഷോപ്പിംഗ്. ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 5th ക്വസ്റ്റ്യൻ റാങ്ക് യുവർ റീസൺസ് ഓർ മോട്ടീവ് ഫോർ ദ സെലക്ഷൻ ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഓൺലൈൻ ഷോപ്പിങ്ങിനെ സെലക്ട് ചെയ്യുന്നതിനുള്ള റീസൺസ് എന്തൊക്കെയെന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെയും 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 5 ഓപ്ഷൻ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആൻഡ് 6th ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് വിത്ത് പെർസെപ്ഷൻ ഓൺ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ. ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് റെസ്പോണ്ടൻസിന്റെ പെർസെപ്ഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പെർസെപ്ഷൻ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ ലിക്കേർഡ് സ്കെയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ലിക്കേർഡ് സ്കെയിൽ 1 for strongly disagree, 2 for disagree, 3 for neutral, 4 for agree, 5 for strongly agree എന്നുള്ള രീതിക്കാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. 30 സ്റ്റേറ്റ്മെന്റുകളാണ് പെർസെപ്ഷൻ പഠിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. And the last question is related with the suggestions if any, that is open-ended question ആണ്. ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസിൽ റെസ്പോണ്ടൻസിന് എന്തെങ്കിലും രീതിയിൽ ഓൺലൈൻ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ക്വസ്റ്റ്യനെയറിൽ 7 വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു ഡൈക്കോട്ടോമസ് ക്വസ്റ്റ്യൻ, പോളിടോമസ് ക്വസ്റ്റ്യൻ, ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻ, അതുകൂടാതെ തന്നെ മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻ, റാങ്കിംഗ് ടൈപ്പ് ആൻഡ് ലിക്വിഡ് സ്കെയിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കാണിക്കുന്നത്. ഈ വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് SPSSലെ വാരിയബിൾ വ്യൂവിലേക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് കാണിക്കാം. SPSSന്റെ വിൻഡോ ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്കറിയാം ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തതാണ് ഇവിടെ ക്വസ്റ്റ്യൻസ്. ആ ഒരു വാരിയബിൾസ് എങ്ങനെയൊക്കെയാണ് എൻ്റർ ചെയ്യുന്ന രീതി എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് വാരിയബിൾ ആയിട്ടുള്ള ജെൻഡറിനെ നെയിമിൽ കൊടുക്കുന്നു. പിന്നെ ജെൻഡർ ഓഫ് ദ റെസ്പോണ്ടന്റ് എന്ന് ലേബലിൽ കാണിക്കുന്നു. ഇനി നമുക്ക് വാല്യൂസിൽ 1 for മെയിൽ എന്നും 2 for ഫീമെയിൽ എന്നുമാണ് കൊടുക്കേണ്ടത്. അത് അതുപോലെ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾക്ക് വേണ്ടത് അതിന്റെ മെഷർ ആണ്. മെഷർമെന്റ് സ്കെയിൽ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിൽസ് ഓഫ് മെഷർ ആണ്. ഇനി ഏജ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഉണ്ട്. ഏജിലെ ഏജ് ഓഫ് ദ റെസ്പോണ്ടന്റ് എന്ന് ലേബലിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1 for ബിലോ 20, 2 for 20 to 24, 3 for എബോ 20 എന്നുള്ള വാല്യൂ ലേബൽസ് കൊടുത്തു. അതിനും നമുക്ക് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് നോമിനൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ആണ്. ഇനി അടുത്തതാണ് എക്സ്പീരിയൻസ്. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഫോർ യൂസിങ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് തന്നെയായിരുന്നു. 1 for ബിലോ 1 year, 2 for 1 to 3 years, 3 for എബോ 3 years എന്നുള്ള കാറ്റഗറിയിലായിരുന്നു കൊടുത്തിരുന്നത്. അത് നമുക്ക് നോമിനൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് തന്നെയാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം. 4ാമത്തെ ചോദ്യം നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇവിടെ ഓരോ ഓപ്ഷൻസിനെയും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് SPSSൽ എൻ്റർ ചെയ്യേണ്ട രീതി. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നു. ഫ്ലിപ്കാർട്ടിന് നമ്മൾ ലേബൽ എൻ്റർ ചെയ്യുന്നു. ഫ്ലിപ്കാർട്ടിന്റെ വാല്യൂ ലേബൽസ് കൊടുക്കുന്നത് ശ്രദ്ധിക്കാം. അതായത് മൾട്ടിപ്പിൾ റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് റെസ്പോൺസ് ടിക്ക് ഇടുന്ന ആളുകളേനെ 1 for എസ് എന്നും റെസ്പോൺസ് ടിക്ക് ഇടാത്ത ആളുകളേനെ 0 for നോ എന്നും കാണിക്കാൻ വേണ്ടി 2 ഓപ്ഷൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു നോമിനൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ആണ്. സ്കെയിൽസ് ഓഫ് മെഷർമെന്റിന്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ആമസോൺ എന്ന് പറയുന്നത്. ആമസോണിലും ഇതുപോലെ തന്നെ നമുക്ക് 1 for എസ് എന്നും 0 for നോ എന്നും എന്ന വാല്യൂ ലേബൽസ് കൊടുത്തു. അതിനുശേഷം സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് നോമിനൽ കൊടുത്തു. ആസ് യൂഷ്വൽ നമ്മൾ 5 ഓപ്ഷൻസ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, അജിയോ, മിന്ത്ര, മീഷോ എന്ന് പറയുന്ന 5 ഓപ്ഷൻസും അതുപോലെ തന്നെ ചെയ്തു.
അതിനുശേഷം വരുന്ന അഞ്ചാമത്തെ ചോദ്യമായിരുന്നു റാങ്കിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 5 തരത്തിലുള്ള ഓപ്ഷൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് ഓരോ ഓപ്ഷൻസിനെയും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ SPSSലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എൻ്റർ ചെയ്യുന്ന രീതിയാണ്. ഫസ്റ്റത്തെ ഓപ്ഷൻ കൺവീനിയൻസ് ആയിരുന്നു. കൺവീനിയൻസിന് നമുക്ക് 5 റാങ്കുകളാണ് കൊടുക്കേണ്ടത്. കാരണം 5 ഓപ്ഷൻസ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻസിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 ഫോർ റാങ്ക് 1, 2 ഫോർ റാങ്ക് 2, 3 ഫോർ റാങ്ക് 3, 4 ഫോർ റാങ്ക് 4, 5 ഫോർ റാങ്ക് 5. 5 ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ 5 റാങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഓർഡിനൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ആണ്, ആയതുകൊണ്ട് നമ്മൾ മെഷർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആയിരുന്നു. അതിൻ്റെയും നമ്മൾക്ക് ഇതുപോലെ വാല്യൂ ലേബൽസ് 1 മുതൽ 5 വരേക്ക് റാങ്കിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓർഡിനൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ആണ്. ആസ് യൂഷ്വൽ പ്രൊഡക്റ്റ് കമ്പാരബിലിറ്റി, റിവ്യൂ, ഡോർ ഡെലിവറി എന്ന് പറയുന്ന 5 ഓപ്ഷൻസും റാങ്കിങ് ടൈപ്പിന് ഇതേപോലെ വാല്യൂ ലേബൽസ് കൊടുത്തു. അതുകൂടാതെ തന്നെ അതിന്റെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് കൊടുത്തു. പിന്നീട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനെയറിലെ അടുത്തൊരു ചോദ്യമായിരുന്നു നമ്മുടെ പെർസെപ്ഷൻ ലെവൽ പഠിക്കുന്നത്. പെർസെപ്ഷൻ ലെവൽ പഠിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30 സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലിക്കേർഡ് സ്കെയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എൻ്റർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർസെപ്ഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി P1 എന്നാണ് നമ്മൾ വാല്യൂസിന് നെയിം കൊടുത്തിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ P1 മുതൽക്ക് P30 വരേക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെയിം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വാല്യൂസ് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 ഫോർ സ്ട്രോങ്ലി ഡിസഗ്രി, 2 ഫോർ ഡിസഗ്രി, 3 ഫോർ ന്യൂട്രൽ, 4 ഫോർ എഗ്രി, 5 ഫോർ സ്ട്രോങ്ലി ഡിസഗ്രി, സ്ട്രോങ്ലി എഗ്രി എന്നുള്ളതായിരുന്നു. ദെൻ ഓക്കെ കൊടുത്തതിന് ശേഷം സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് നമ്മൾ ഓർഡിനൽ ആണ്. ആ ഓർഡിനൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് സെലക്ട് ചെയ്യുന്നു. ആസ് യൂഷ്വൽ നമ്മൾ P2 എന്ന് പറയുന്നതിനും ഇതുപോലെ തന്നെയുള്ള വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു. അതിന്റെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എങ്ങനെയാണെന്നുള്ള രീതിക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ 30 സ്റ്റേറ്റ്മെന്റുകളും അതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡാറ്റ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതാണ്. ഡാറ്റ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി ഡാറ്റ വ്യൂ ഉണ്ട്. ഡാറ്റ വ്യൂവിൽ ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ എൻ്റർ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് 2 രീതിയിലാണ് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി കളക്ട് ചെയ്യുന്ന ഡാറ്റ ഗൂഗിൾ ഫോമിലായിരിക്കും ഉണ്ടാവുന്നതെങ്കിൽ ഗൂഗിൾ ഫോമിൽ നിന്നും എക്സലിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സലിൽ കിട്ടുന്ന ഡാറ്റ സെറ്റ് SPSSലേക്ക് എൻ്റർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആദ്യം ഡാറ്റ വ്യൂ SPSSലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാരിയബിൾ വ്യൂ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഓൺലൈൻ ത്രൂ അല്ലാതെ നേരിട്ട് റെസ്പോണ്ടൻസിന്റെ അടുത്ത് പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നുവെങ്കിൽ അത് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് വാരിയബിൾ വ്യൂവിൽ എൻ്റർ ചെയ്തതിന് ശേഷം, വാരിയബിൾസ് എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഡാറ്റ വ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിനും വ്യത്യസ്ത രീതിയാണ്. എക്സലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡാറ്റ വ്യൂ ആദ്യം ചെയ്തതിന് ശേഷമാണ് വാരിയബിൾ വ്യൂ എഡിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നേരിട്ട് കളക്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വാരിയബിൾ വ്യൂവും പിന്നീട് ചെയ്യേണ്ടത് ഡാറ്റ വ്യൂവുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ആയിരുന്നു. ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വാരിയബിൾ വ്യൂ എൻ്റർ ചെയ്തതിന് ശേഷം വ്യക്തമായ രീതിയിൽ ഓരോ ക്വസ്റ്റ്യനെയറിൻ്റെയും റെസ്പോൺസസ് ആസ് യൂഷ്വൽ അതിങ്ങനെ എൻ്റർ ചെയ്ത് പോയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ കാറ്റഗറി ഫീമെയിൽ ആയിരുന്നു. പിന്നത്തെ ഏജ് കാറ്റഗറി അവർക്കുള്ള എക്സ്പീരിയൻസ്, എത്ര വർഷമായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട്, അവർ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് കാണിക്കാൻ വേണ്ടി 1 എന്നും, ആമസോൺ ഉപയോഗിക്കുന്നുണ്ട് എസ് എന്ന് കാണിക്കാൻ വേണ്ടി അഗെയിൻ 1 എന്നും, അജിയോ, മിന്ത്ര എന്നിവ ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് നോ എന്നും, മീഷോ ഉപയോഗിക്കുന്നത് കൊണ്ട് 1 എന്നും കാണിക്കുന്നു. അതുകൂടാതെ തന്നെ അവരുടെ റാങ്കിങ് കൺവീനിയൻസ് ആണോ ലോ പ്രൈസ് ആണോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി കൺവീനിയൻസിനാണ് ഒരു ഫസ്റ്റ് റാങ്ക് കൊടുത്തിരിക്കുന്നത്, സെക്കൻഡ് റാങ്ക് കൊടുത്തിരിക്കുന്നത് ലോ പ്രൈസിനാണ്, പ്രൊഡക്റ്റ് കമ്പാരബിലിറ്റി 3rd റാങ്ക്, റിവ്യൂ 4th റാങ്ക് ആൻഡ് ഡോർ ഡെലിവറി 5th റാങ്ക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആസ് യൂഷ്വൽ അവരുടെ പെർസെപ്ഷൻ സ്കെയിൽ P1 മുതൽ P30 വരെ, സ്ട്രോങ്ലി ഡിസഗ്രി സ്കെയിൽ മുതൽ സ്ട്രോങ്ലി എഗ്രി സ്കെയിൽ വരേക്കും അവർ സൈമൾട്ടേനിയസ്ലി മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനെയറുകളും നോക്കി വ്യക്തമായ രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഒരു വാല്യൂ ലേബൽസ് മനസ്സിലാവാൻ വേണ്ടി നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ വാല്യൂ ലേബൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വളരെ വ്യക്തമായിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇവിടെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ ഡാറ്റ വളരെ വ്യക്തമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഡാറ്റ എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് വാല്യൂ ലേബൽസിനെ ക്ലിക്ക് ചെയ്യുന്ന ഈ ഓപ്ഷൻ സഹായിക്കുന്നതാണ്.
ഇങ്ങനെ ഇവിടെ 100ഓളം സാമ്പിൾസ് ആണ് ഇവിടെ കളക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനെയറിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു വാരിയബിൾ വ്യൂ അല്ലെങ്കിൽ ഒരു ഡാറ്റ വ്യൂ SPSSൽ ഉണ്ടാക്കുന്നത്, അതിനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.